സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിലാണ്. അത് മിമിക്രിയിൽ വന്ന സമയത്ത് ഇതുപോലെ മൈക്കൊന്നും ആരും തരത്തൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നൊക്കെ പല വേദിയിലെ ജഡ്ജായിട്ട് ഇരിക്കുന്നവരും മധുരമേറിയ മെമ്മറി പറയാവുള്ളൂ. മധുരമേറിയതാ, കുറച്ച് സെക്സ് ആയ കുഴപ്പമുണ്ടോ? സൂര്യ മേക്കപ്പ് ഫീൽഡിലാണ് ഉള്ളത്. ഇപ്പോ സിനിമ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സൂര്യയുടെ പ്രസൻസ് വഴക്കാണെങ്കിലും അടിയാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. അത് ഇപ്പോഴാണെങ്കിൽ കൂടി ഇങ്ങനെ ആക്കും. ഒരു വനിതാ എസ് ഐ ആയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സെക്സി ആയിട്ട് അത് പിന്നെ ഇപ്പോഴൊക്കെ കോമഡി ചെയ്യുന്നോണ്ട് അത് കാണിക്കുന്നതാണ്. ഷോ ഇതൊക്കെ ഞാൻ അങ്ങ് 2000-ലെ കണ്ടോ കളഞ്ഞതാണല്ലോ. എന്താ ചേട്ടാ അണ്ണ ഇല്ലാത്തപ്പോ വീട്ടിലോട്ട് വാ. പിന്നെ അങ്ങനെ നാട്ടുകാരെ എടുത്തിട്ട് അടിച്ചു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കുടപ്പുളി ഇട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പില ഇങ്ങനെ ഇറുത്തെടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തൂവിട്ട് ഒരു മണം ഇങ്ങനെയൊക്കെ പറയുമ്പോ മമ്മ മിണ്ടാതിരി. അങ്ങനെ ഒരു വീഡിയോയില് എന്നെ കുറിച്ച് കുറെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ കാണിച്ചിട്ടോ എന്നെ ബോധിപ്പിച്ചിട്ടോ ഒന്നുമല്ല. ആൾക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ആൾക്ക് സേവിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങൾ. അപ്പൊ വലിയ സിനിമാ നടന്മാരും ഒക്കെ അവരുടെയൊക്കെ ആദ്യത്തെ കാലത്തെ മിമിക്രി സ്റ്റേജുകളിലെ നായികയായിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഉദയത്തിന്റെ നായികയായിരുന്നല്ലോ അന്ന്. ഞാനെന്നൊക്കെ പാട്ട് സീൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്റെ ഇന്നത്തെ എപ്പിസോഡില് എന്റെ കൂടി ഇരിക്കുന്ന സുന്ദരിയും സുന്ദരനും ആരാന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതെ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് എന്താ പറയാ നല്ല നമ്മുടെ മമതനെ മാത്രമല്ല ഒരുപാട് സിനിമ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ നല്ല സുന്ദരികളാക്കി അവരെ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്ന അതിന്റെ പിന്നിലത്തെ രഹസ്യമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. മറ്റാരുമല്ല, ഇന്ന് നമ്മുടെ കൂടെ സൂര്യൻ ഇഷാനുമാണ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്നിട്ട് അത് ആ പാട്ട് പാടി തന്നെ തുടങ്ങണം എന്നായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഇതില്. എനിക്ക് ഒറ്റയ്ക്ക് പാടാനുള്ള ചങ്കൂറ്റമില്ല. അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് പാടാം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം അടുത്തോണ്ടായിരിക്കും. അതുകൊണ്ട് ആ പാട്ടിൽ തന്നെ ഞാൻ കായിക്കളന്ന്. ഇന്ന് രണ്ടുപേരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഇത് ഗ്രീൻ കളറും ഓറഞ്ച് കളറും ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു മൂഡിലായണോ ഇപ്പോഴും നിങ്ങൾ? തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ. സ്വാതന്ത്ര്യം നേടിയെടുത്തില്ലേ? അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിലാണ്. അതുകൊണ്ട് അതിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ആ ഡ്രസ് ഇടാൻ ഒരു ഡ്രസ് പ്ലാൻ ചെയ്തിട്ടതാണ്. അതെ അതെ, തീർച്ചയായിട്ടും വൈറ്റ് അല്ല അവിടെയാണ് വൈറ്റ് തീരുമാനിച്ചത്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ബ്രില്യൻസ് ഇതെന്ന് കുറേയേറെ. അല്ല, ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഫാസ്റ്റില് ഒരു ഗ്രോത്തിങ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൂടെ ഒരു ബാക്ക് ബോൺ എപ്പോഴും ഉണ്ടായിരിക്കണം. ആരെങ്കിലും, അതിപ്പോ അമ്മയാവാം, അച്ഛനാവാം, സുഹൃത്തുക്കളാവാം, ഭർത്താവാം. പക്ഷെ എനിക്ക് എന്റെ ഇക്കയാണ് എന്റെ ഒരു എല്ലാം. എല്ലാ ഇന്റർവ്യൂലും പോയിട്ട് ഇങ്ങനെ പറയും. ഇതിങ്ങനെ പലപ്പോഴും ഇന്റർവ്യൂല് വരാറില്ല. വന്ന ഇന്റർവ്യൂകളിൽ നിങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള ഇന്റർവ്യൂകളിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴെല്ലാം ഇങ്ങനെ പറയാറുണ്ട്, എല്ലാം എന്റെ ഇക്കയാണ്. ഇക്ക അപ്പൊക്കെ ഇങ്ങനെ ചിരിച്ച് നാണം കുടുങ്ങിയിരിക്കും. ഇക്ക തിരിച്ചു ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞു കേക്കട്ടെ. അത് പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ എന്റെ ഒരു എന്താ പറയാ, എന്റെ ക്രിയാത്മകത്തിൽ പോവുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇക്ക മെയിൻ സ്ട്രീമില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഐഡിയാസ് പറഞ്ഞു തരിക, അതുപോലെ നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരൂ. അപ്പോ ആള് ഒരു നല്ല ഗൈഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു കാര്യത്തില് ഇക്ക ഒരു 100%. അപ്പൊ എനിക്ക് എപ്പോഴും പറയേണ്ടി വരും, എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ തന്നെ എടുത്തു കഴിഞ്ഞാല് രാവിലത്തെ കോഫി മുതൽ ഇക്ക ഞാൻ ആശ്രയിക്കേണ്ടതുണ്ട്. ഇക്കയുടെ കോഫി കുടിച്ചാലേ അന്നത്തെ ദിവസം നന്നാവുള്ളൂ. അല്ല കള്ളമാണോ? അല്ല, സീരിയസ് ആയിട്ട് കോഫി ഇടാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഇട്ട് കൊടുക്കും. പക്ഷെ ചായ ഇടാനല്ല.
പക്ഷെ എനിക്കൊരു വാമപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ദിവസത്തെ ഒരു പുഞ്ചിരി എന്നൊക്കെ നമ്മൾ കണ്ണാടി നോക്കി ആത്മവിശ്വാസം ഉണ്ടാകണമെന്നൊക്കെ. എൻ്റെ ഒരു ആത്മവിശ്വാസം തുടങ്ങുന്നത് ഇന്നൊരു ക്ലാസ് ഉണ്ട്, ഇന്ന് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് പോയി കുറച്ച് സംസാരിക്കാനുണ്ട്. അന്ന് രാവിലെ ഇക്കയുടെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത ഐഡിയ ഒക്കെ പൊട്ടി വരും. ഫ്ലാറ്റ് അല്ല, അതൊന്നും പറയുന്നതാണ്. അതിനിടയിൽ എന്താ പറയാൻ വരായിരുന്നു ഈശൻ? എന്താ അത് പറയും? അല്ല, വെഡിങ് കഴിഞ്ഞ അന്ന് മുതൽ എന്നെ അടുക്കളയിൽ കയറി തുടങ്ങി ഞാൻ. ആണല്ലേ? അന്ന് സ്നേഹത്തിന്റെ പുറത്ത് കയറിയതാ, പിന്നെ സ്ഥിരമായി. അത് വലിയ കോമഡിയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഒക്കെ പോയിട്ട് അവിടെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. മൊത്തത്തിൽ ഹരിബറിയായിരുന്നു. കാരണം രാവിലെ തലേന്ന് 2 ദിവസം മുമ്പേ ഞാൻ ഉറക്കമില്ല, എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന്റെ തലേന്നും ഞാൻ ഡബിൾ പ്രോഗ്രാം സ്റ്റേജ് കഴിഞ്ഞിട്ട് മിമിക്രിയിൽ അന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ സ്റ്റേജ് കഴിഞ്ഞ് വന്നിട്ടാണ് കല്യാണത്തിന് ഒരുങ്ങുന്നത്. അപ്പൊ ഒട്ടും ഉറങ്ങിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചോളാമേ, അത്രയ്ക്ക് ഉറക്ക ക്ഷീണം. പക്ഷെ ഉറക്കവും ടെൻഷനും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റിയിട്ടില്ല ശരിക്കും. അപ്പൊ കല്യാണത്തിന്റെ അന്ന് രാവിലെ രഞ്ജുമ്മ വെളുപ്പിനെ ഒരുക്കുന്നു. അന്ന് മൊത്തം കല്യാണ തിരക്കുകള്, കല്യാണത്തിന് ഫുൾ മീഡിയ, നമ്മുടെ എന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, പബ്ലിക്. അപ്പൊ മൊത്തവും ചിരിച്ച് ഓരോരുത്തർക്ക് ഇന്റർവ്യൂ കൊടുത്തും അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു. ചെന്നോടൻ തന്നെ ഡ്രസ്സ് മാറിയിട്ട് നേരെ റിസപ്ഷന് പോകുന്നു. റിസപ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോ 2 മണിയായി, 2 മണിയായി. ഞങ്ങൾ തിരിച്ച് വീടെത്തുമ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വിശക്കുന്നു. ഞാനൊന്നും കഴിച്ചില്ല ശരിക്കും പറഞ്ഞാൽ, മനസ്സമാധാനമായിട്ട് കഴിക്കണ്ടേ, ഒന്നും കഴിക്കാത്ത ഫീൽ. അപ്പൊ എനിക്ക് വെളുപ്പിന് 2 മണിക്ക് ചായയും ദോശയും. സ്നേഹത്തിന്റെ പുറത്ത് കയറിയതാ. വീട്ടിൽ വന്നു കയറിയ കുട്ടി ആദ്യമായിട്ട് ചോദിക്കണല്ലേ, പക്ഷെ പണിയായി. അന്ന് ദോശ ഉണ്ടാക്കി കൊടുത്ത പിഷ വിചാരിച്ചു ഇന്നും ദോശ തന്നെ. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, അന്ന് അടുക്കളയിൽ കയറിയാണ്. പക്ഷെ എനിക്ക് സന്തോഷം. നമ്മുടെ പുറകിലല്ലല്ലോ നിൽക്കേണ്ടത്, നമ്മുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് മുന്നേ ഒത്തിരി കഷ്ടപ്പെട്ട് മുന്നിൽ വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതില് നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഈ ഒരു സുന്ദരി നീയും സുന്ദരൻ ഞാനും മധുരം ജീവാമൃതം എന്ന ഒരു സെഗ്മെന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ മധുരമാണ്. നിങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഞാൻ ഒരുപക്ഷെ എല്ലാം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നതിലെല്ലാം തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസും പ്രോബ്ലംസും, നിങ്ങൾ എങ്ങനെ അതിനകത്തുനിന്ന് സർവൈവ് ചെയ്തു, അല്ലെ നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്യണത് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ കുറെ ഭയങ്കര സീരിയസ് ടോക്കൊക്കെയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നിരുന്നാൽ കൂടെ നമുക്ക് അതൊക്കെ വിട്ട് കുറച്ചും കൂടെ നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കല്ലേ, സുന്ദരനല്ലേ, നമുക്ക് കുറച്ച് ഫണ്ണും കൂടെ ഒക്കെ ചേർത്ത് മധുരമൊക്കെ കഴിച്ച് നമുക്ക് പോവാം. ഇന്നിപ്പോ നിങ്ങൾ റെഡി ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഞാൻ അറിഞ്ഞിരുന്നേ, ഞാനും അതനുസരിച്ച് വേഷം ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഇത് സ്വീറ്റ് ബോക്സ് ഉണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ആദ്യം ലേഡീസ് ഫസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്വീറ്റ് എടുക്കാം. എന്നിട്ട് അത് ബൈറ്റ് ചെയ്യുമ്പം ആദ്യം അത് ബൈറ്റ് ചെയ്യുമ്പോൾ ഇഷാൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് എന്താ ആദ്യം മനസ്സിൽ വരുന്നതെന്ന് അത് പറയാം. ഒരു ബൈറ്റ് എടുത്തിട്ട്. ഇതിലെ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ എല്ലാം ഞാൻ തിന്നുന്നു. ഞാൻ എന്റെ ശരീരം കണ്ടറിഞ്ഞൂടാ, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ലൈക്ക് ദിസ്, ബട്ട് ഞാൻ ലഡു എന്റെ ഫേവറേറ്റ് ആണ്. ഇത് കടിക്കുമ്പോ ഇഷാനെ കുറിച്ചിട്ട് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? അപ്പൊ ലഡു എന്ന് പറയുമ്പോൾ നല്ല അല്ലെങ്കിലും സ്വീറ്റ്സ് എല്ലാം മധുരമുള്ളതാണ്. അതുകൊണ്ട് മധുരമേറിയ ഒരു മെമ്മറി പറയൂ. മധുരമേറിയ ഒരു മെമ്മറി. ഇഷാൻ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന സ്വീറ്റ് ആയിട്ടുള്ള. പയ്യപ്പയ്യ തിന്നാ മതിയാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത് മൊത്തം എനിക്ക് തിന്നേണ്ടി വരും. ഇക്കനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ആദ്യത്തെ മെമ്മറി എന്ന് പറയണം മധുരമേറിയ മെമ്മറി പറയാവുള്ളൂ. മധുരമേറിയതാ. കുറച്ച് സെക്സ് ആയ കുഴപ്പമുണ്ടോ? ഇല്ല, അത്ര അങ്ങ് പോവില്ല. എന്നാലും നമ്മൾ സാധാരണ എല്ലാവരും ഭാര്യനെ ഇങ്ങനെ ചേർത്തിട്ട് വീഡിയോ എടുക്കാറുണ്ട്. പക്ഷെ ഇക്ക അങ്ങനെ എന്നെ ചേർത്ത് നിർത്തി അധികം വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല. ഇങ്ങനെ കൂടെ ഞാനേ പിടിച്ച് നിർത്താറുള്ളൂ, ഫോട്ടോയ്ക്കും പിടിക്കും. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കയുടെ ഫോൺ ഞാൻ അങ്ങനെ ഫോൺ പരിശോധിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഒരിക്കൽ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് ഇക്കയുടെ ഫോണില് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന കുറേ വിഷ്വൽസ്. ഞാൻ സാധാരണ ഇക്കയുടെ കയ്യിൽ കിടക്കാറുണ്ട്. അപ്പൊ ഒന്നിച്ച് ഇങ്ങനെ എന്റെ ഉറക്കം, ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ കുറുക്കം വലി എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെയല്ല, ഒരു വീഡിയോയില് എന്നെ കുറിച്ച് കുറെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ കാണിച്ചിട്ടോ എന്നെ ബോധിപ്പിച്ചിട്ടോ ഒന്നുമല്ല, ആൾക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ആൾക്ക് സേവിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങൾ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അത്ര റൊമാൻറ്റിക് ആയിട്ട് ഉള്ളില് അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഒരാളുടെ ഉറക്കം പോലും ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ അവിടെ സംസാരിക്കുക. അപ്പൊ ഞാൻ ഉറങ്ങാത്ത പല രാത്രികളും എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നത്. അപ്പൊ ഉറങ്ങാതെ പോലും എന്നെ നോക്കുന്ന ഒരു സ്നേഹം ഫസ്റ്റ് എനിക്കതാ ഓർമ്മ. അത് എന്റെ ലൈഫിൽ
ഏറ്റവും മധുരമുള്ള, ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ, ഇന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഏറ്റവും മധുരമുള്ള, പക്ഷെ ഞാൻ അത് ഞാൻ ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും മധുരമുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ഓർമ്മ അതാണ്. ഓക്കെ, ഇനി ആ സ്വീറ്റ് ബോക്സ് ഇഷാന് കൊടുത്തോളൂ. ഇഷാന് പൊതുവെ മധുരം ഇഷ്ടമുള്ള ആളാണോ? എനിക്ക് രണ്ടുപേരും മധുരം കുറവാണ് പൊതുവെ. ഞാൻ ഓക്കെ, എന്നാലും ഇഷ്ടമാണല്ലോ, എന്തായാലും ഒന്ന് കഴിച്ചേ പറ്റൂ. ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് എടുത്തിട്ട് നേരെ തിരിച്ച് സൂര്യ എന്നുള്ള ആളുടെ പേര് കേൾക്കുമ്പോൾ ഓക്കെ ശരി ആയിക്കോട്ടെ, ഒരു ബൈറ്റ് എടുത്തിട്ട് പറയാം. അയ്യോ അത് ഒരുപാട് കഴിച്ചല്ലോ. പേരും ഇങ്ങനെയാണ് പെട്ടെന്ന്. എനിക്ക് എപ്പോഴും തുടക്കത്തിൽ ഓർമ്മ വരുന്നത് ഞങ്ങളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയമാണ്. ഫസ്റ്റ് മീറ്റിൽ തന്നെ സൂര്യയുടെ ഒരു ക്രഷ് തോന്നിയത് സൂര്യയുടെ കണ്ണിലൂടെയുള്ള ഒരു സ്പാർക്കാണ്. അത് കണ്ണുകളിൽ നിന്നായിരുന്നു. നല്ല കണ്ണുകളാ, പക്ഷെ സൂര്യയുടെ നല്ല കണ്ണുകളാ. അതെ, നല്ല കണ്ണുകളാ, ഭയങ്കര എക്സ്പ്രസീവാ കണ്ണുകള്. അപ്പോ എന്താ വെച്ചാല് ആ ഒരു സമയത്ത് ഞാൻ കാണുമ്പോ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ഒരു ഗുണ്ടുമണി. പക്ഷെ കണ്ണുകളിലൂടെയാണ് ആ ഒരു ക്രഷ് വന്നതും ഇന്നത് ഇവിടെ ഈ ഒരു ഇരുത്തിയിരിക്കുന്നതും ഇരുത്തിയിരിക്കുന്നതും ആ ഒരു സ്നേഹമാണ് ഇന്നും ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ മധുരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മധുരത്തിലൂടെയല്ല, നമ്മുടെ ലൈഫ് മധുരത്തിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ മധുരമേറിയ ജീവിത യാത്രയിലൂടെ അടുത്ത സ്വീറ്റ് എടുത്തോണ്ട് ഇത് കഴിക്കണ്ടേ? ഇതിന്റെ ബാലൻസ് പറഞ്ഞാ പോരെ? കഴിക്കുന്ന ഓരോ ചെറിയ ബൈറ്റ്, അടുത്തത് കുറെ ചെറിയ ബൈറ്റ് എടുത്താൽ മതി. മൊത്തം എനിക്ക് തരുമോ? ആ, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച സ്വീറ്റ് ബോക്സ്. അടുത്ത ഞാൻ ജിലേബിയിലേക്ക്. ലഡു കഴിഞ്ഞാൽ ജിലേബി, അതാണല്ലോ മലയാളികളുടെ. അതെ, ശരിക്കും ലഡു ജിലേബി. ലഡു ജിലേബി അല്ലേ നമ്മൾ എപ്പോഴും എന്ത് സ്വീറ്റ് എന്ന് ഓർത്താൽ ആദ്യം ഓർക്കുന്ന ലഡു ജിലേബി. അത് കഴിഞ്ഞിട്ട് അടുത്ത ബൈറ്റ് എടുത്തിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിലുള്ള അതിനുശേഷമുള്ള മധുരമേറിയ ഒരു നിമിഷം. ഇത് എന്റെ പ്രസൻസ് ഇല്ലാത്തൊരു നിമിഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്. രണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞ്. ഇത് രണ്ടുമായിരുന്നു ഞങ്ങൾ ഒന്നിക്കുമ്പോൾ ആദ്യം എടുത്ത തീരുമാനങ്ങളിലുള്ളത്. ഇതിൽ പല കാര്യങ്ങളും അതിനുവേണ്ടി നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ ലൈഫിൽ ഒരു സ്വപ്നം, ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയും പോലെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ ഒരെണ്ണം ഞങ്ങളുടെ വീടായിരുന്നു. അത് ഈ അടുത്ത് ഞങ്ങൾ വീട് മേടിച്ച സമയത്ത് താക്കോല് മേടിക്കാൻ നേരത്ത് ഞാനില്ല, എനിക്ക് വർക്കാണ്, ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഇക്ക ഒറ്റയ്ക്കാണ് അത് മേടിച്ചിട്ട് ഇക്ക എന്നെ വിളിച്ച് കരയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയുന്നു. സോ ഇക്കക്ക് അപ്പോൾ എൻ്റെ പ്രസൻസ് ഭയങ്കര ആവശ്യമാണെന്ന് തോന്നി. വീഡിയോ കോള് മേടിച്ചപ്പോൾ ഇക്ക ഭയങ്കര ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഇക്ക കരയുന്നുണ്ട് താക്കോല് കൈമാറിയപ്പോൾ. സോ എനിക്ക് ആ മൂമെന്റ് ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് കുറെ കൂടി ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞേനെ. ആ ഒരു മൂമെന്റ് ഞാൻ മിസ് ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ വീഡിയോ കോളിൽ കണ്ടൊരു മൂമെന്റ് എനിക്ക് ഏറ്റവും മധുരമുള്ള ഒരു മൂമെന്റ് ആയിട്ട്. വീട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകുന്നു. വീടിന് പേരിട്ടോ? ശിവമായ. എന്ത് നല്ല പേരാ. ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് വരട്ടെ. പ്രൊഡ്യൂസർ സാർ, നമുക്ക് ഹോം ടൂറിന് വീടായി. തീർച്ചയായിട്ടും നമ്മളോട് അപ്പു ചോദിച്ചായിരുന്നു വീട്ടില് ചെയ്യാന്ന്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് 4 പപ്പീസ് ഉണ്ട്. അപ്പൊ പക്ഷെ അതിനകത്ത് പിള്ളേരുടെ ബഹളം മാത്രമായിരിക്കും. അതാണ്. അപ്പൊ എനിക്ക് അതാണ് ജിലേബി. അപ്പൊ അതിന് കാരണക്കാരനായ ഇഷാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ജിലേബി അങ്ങോട്ടൊന്നും ഒരു ബൈറ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇഷാൻ നേരെ തിരിച്ചു പറയൂ. ഇഷാൻ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ കേരളക്കാരെ ആദ്യം എടുക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ് ഇഷാൻ. എല്ലാരും ലഡു ജിലേബി, പിന്നെ കാജു കദ്രി, ഇപ്പൊ പിന്നെ എല്ലാ സ്വീറ്റ്സും ഒക്കെ നോർത്ത് ഇന്ത്യ എന്നുള്ള ഈ സ്വീറ്റ്സ് എല്ലാം കിട്ടുന്നോണ്ട് ഇപ്പൊ എല്ലാം അങ്ങനെ കഴിക്കും. പക്ഷെ പണ്ടേ ഉള്ളത് ബേക്കറി പോയാൽ. പക്ഷെ എല്ലാവർക്കും പോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒത്തിരി കഴിക്കാൻ പറ്റില്ല. ശരി, അപ്പോ മെമ്മറിയിലേക്ക് പോ. എന്താണ് നല്ല? എനിക്ക് സൂര്യയെ കുറിച്ച് ഒരുപാട് മെമ്മറിയാണ്. ഇപ്പൊ ഇന്നത്തെ ഒരു സമയം അനുസരിച്ചിട്ട് സൂര്യ മേക്കപ്പ് ഫീൽഡിലാണ് ഉള്ളത്. ഇപ്പോ സിനിമ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സൂര്യയുടെ പ്രസൻസ്, വഴക്കാണെങ്കിലും അടിയാണെങ്കിലും സ്നേഹമാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. അത് ഇപ്പോഴാണെങ്കിൽ കൂടിയും.
സൂര്യയുടെ പ്രസൻസ് ഇപ്പോൾ മിക്കവാറും സമയങ്ങളിൽ സിനിമയുടെ ഫീൽഡിൽ പോകുമ്പോൾ ഉണ്ടാവത്തില്ല. അത് ലോങ് ടൈം തന്നെ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു. തീർച്ചയായിട്ടും ഉറങ്ങാനൊന്നും പറ്റാറൊന്നുമില്ല. ഇപ്പൊ വീട് മാറിയപ്പോ തന്നെയും പുള്ളിക്കാരി ഫുൾ ടൈം വീട്ടിൽ നിന്ന് പുറത്താ, ഞാനാ വീട്ടിലുള്ളത് മിക്കവാറും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കും, പഴയ കാര്യങ്ങൾക്ക് ആലോചിക്കും, നമ്മുടെ പ്രണയം തൊട്ട് തന്നെ ഉള്ള പല കാര്യങ്ങളും ഞാൻ ആലോചിക്കും. അപ്പൊ ഇത് പറയാറുണ്ടോ, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു? തീർച്ചയായിട്ടും. ആണോ? പിന്നെ എനിക്ക് അത് കേൾക്കാനേ സമയമുള്ളൂ. അപ്പൊ എന്നും കംപ്ലൈന്റ് ബോക്സ് കംപ്ലൈന്റ് അല്ല, അത് എനിക്ക് ഫീൽ ചെയ്യുമല്ലോ. നമുക്കിപ്പോ സംസാരിക്കുമ്പോ തന്നെ ഫീൽ ചെയ്യും. ചിലപ്പോ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടും. ഷൂട്ടിന്റെ ഗ്യാപ്പിലാണ് ഞാൻ വിളിക്കുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റിന്റെ കൂടെ പോകുന്ന സമയത്ത് ഫോൺ എപ്പോഴും സൈലന്റും, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പിന്നെ സെറ്റ് ആണെങ്കിൽ തന്നെ ഫുൾ ടൈം സൈലന്റ് ആയിരിക്കും ഫോൺ. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പില് ബ്രേക്ക് ടൈമിലൊക്കെ ഓടി വന്ന് ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കുമ്പോഴായിരിക്കും പിറകെ വന്നിട്ട് അതെവിടെ ഇതെവിടെ എന്നൊക്കെ ആരെങ്കിലൊക്കെ ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അതൊന്നും മുഴിപ്പിക്കാൻ പോലും പറ്റാണ്ട് കട്ട് ചെയ്തിട്ട് പോകേണ്ടി വരും. അപ്പൊ ഞാൻ ആലോചിക്കും, സോ എന്നെ സഹിക്കുന്ന ഒരാള്. സോ അതൊരു വലിയ നമ്മള് ഒരു എപ്പോഴും പറയും സ്ത്രീകൾക്ക് ഒരു മുന്നേറ്റം വേണം, ജോബ് വേണം, അത്. പക്ഷെ ഇതൊക്കെ കിട്ടിയാലും അതിനൊരു സപ്പോർട്ടിങ് സിസ്റ്റം വേണമെന്നും കൂടി ഞാൻ പറയും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു ജോബ് ആവട്ടെ, ഞാൻ എക്സാമ്പിൾ പറയുന്നത്, പല ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അവിടേക്ക് സ്ത്രീകൾ നിന്നിട്ടാണ് 8 മണിക്കൂർ 10 ഇരിക്കാൻ അവർക്ക് ചേറില്ല. ഞാൻ പെട്ടെന്ന് അതെന്താ, കാല് കഴിക്കില്ല ഇവർക്ക്? ഇവരങ്ങോട്ട് മാറി നിൽക്കും, ചാരി നിൽക്കും. അപ്പൊ അവർക്ക് ആ ജോലി കൊണ്ട് അവർ ആസ്വദിച്ച് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. അതിൽ അവർക്ക് മുന്നോട്ട് വരാനും ഭയങ്കരമായിട്ട് ഒന്നും അവർ ആ ഒരു പോസ്റ്റിൽ തന്നെ ജോലി നിൽക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ഗ്രോത്തും കിട്ടുന്ന, എനിക്ക് സന്തോഷവും കൂടെ ഉള്ളതുകൊണ്ടാണ്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം കൂടെ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ബേസ് നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിന് വേണ്ട മോട്ടിവേഷനോ അല്ലാതെ നമ്മളെ നീ ഫോൺ എടുത്തില്ല എന്ത് പ്രശ്നം, ഇങ്ങനെ നമ്മളെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാല് എനിക്കവിടെ ശരിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? സത്യം ഇല്ലേ? അപ്പം നമ്മുടെ പരാതി ബോക്സുകൾ മൊത്തവും ചേർത്ത് നിർത്തിയിട്ട് അതൊരു സൈഡ് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കെപ്പോഴും വലിയൊരു ബോക്സ് എന്റെ സ്വപ്നങ്ങൾക്ക് തുറന്നു തന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഐ എം ദ ലക്കി പേഴ്സൺ. ശരി, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. സാധാരണ നമ്മൾ ഇത് നിങ്ങളെ പോലത്തെ ഇങ്ങനെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ മറ്റവരെ, അല്ലെങ്കിൽ സെലിബ്രിറ്റി കണ്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവരെ നല്ല സുന്ദരിയാക്കും അല്ലെങ്കിൽ സുന്ദരനാക്കും. ഭയങ്കര നല്ല രീതിയിൽ അവരിങ്ങനെ അവരെ റെഡിയാക്കി കൊണ്ടുവരാൻ നിങ്ങൾ ഭയങ്കര ശരിയായി നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കും അല്ലേ? എന്നാൽ ചില ആൾക്കാര് അവരെ അങ്ങനെ അത്ര ഭംഗിക്ക് പോർട്രേ ചെയ്യണമെന്ന് അവര് ചിലപ്പോൾ താല്പര്യപ്പെടില്ല. എന്നെ ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു വേഷം ഇടാന്നുള്ളതേ ഉള്ളൂ, മറ്റുള്ളവരെ ഒരുക്കുന്നതിലായിരിക്കും. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം സൂര്യനെ എപ്പം അവതരിപ്പിക്കുമ്പോഴും വെൽ ഡ്രസ്ഡ് ആണ്, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല രീതിയിൽ എപ്പോഴും. ഇന്നിപ്പോ തന്നെ എന്ത് രസമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ സെൽഫ് മേക്കപ്പ് ചെയ്യോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു എങ്ങനെയാണ്? ഇതിൽ രണ്ടുപേരുടെ ഹെൽപ്പ് എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യത്തിനായിട്ടുണ്ട്. അഡ്വൈസ് പോലെ ഒന്ന് എൻ്റെ ഇക്കയാണ്. എവിടെ പോയാലും എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടുള്ളെങ്കിലും ഞാൻ എല്ലാം ചോദിക്കുന്ന ഇക്കയുടെ അടുത്താണ്. അപ്പൊ ഇക്ക ഇത് കൊള്ളില്ല എന്ന് തറപ്പിച്ച് പറയുക, മുഖം തിരിക്കുക ചെയ്ത ആ ഡ്രസ്സ് ഞാൻ പിന്നെ യൂസ് ചെയ്യില്ല. പക്ഷെ എന്നാലും ഒരു കളർ ചോയ്സ് ഇക്കയുടേത് തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള ഡ്രസ്സായിരിക്കും ഇടുന്നത്. അപ്പോൾ ഡ്രസ്സിങ് നീറ്റ്നെസ് ഒക്കെ കൂടുതൽ എന്നെ പഠിപ്പിച്ചത് ഇക്കയാണ് ഒന്ന്. രണ്ട്, മമത ചേച്ചിയെ തന്നെ പറയണം. കാരണം മമ്മൂസാണ് എനിക്ക് തന്നൊരു അഡ്വൈസ്. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരാളടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അത്യാവശ്യം ഒന്ന് മേക്കപ്പ് എങ്കിലും ചെയ്തിരിക്കണം. അല്ലാതെ നമ്മളൊരു ഒരു ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള റെസ്പെക്റ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ളത് നമ്മളുടെ നീറ്റ്നെസ് എന്ന് പറഞ്ഞ് പുട്ടി അടിച്ചിട്ട് നിൽക്കണമെന്നോ വലുതായിട്ട് ലാഷ് വെച്ചിട്ട് നിൽക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല. എന്നാലും ഒരു അത്യാവശ്യം ഒരു നീറ്റ്നെസ് കൊണ്ടുവരണം. പിന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നത് രഞ്ജുമ്മയാണ്. രഞ്ജുമ്മ പറഞ്ഞു തരുന്നതിനുപരി അമ്മയെ കണ്ടാണ് ഞാൻ പഠിച്ചത്. കാരണം അമ്മയുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്, സ്വന്തമായിട്ട് ചിലതിനോടുള്ളൊരു ഇഷ്ടം, പാഷൻ. ഞാനും ഇന്ന് പറയുന്നില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ഷാല ടിൽബറി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിക്കുന്നത് രഞ്ജുമ്മയൊക്കെ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അമ്മ ഇങ്ങനെ ആ ഒരു പ്രോഡക്റ്റിനോടുള്ള ഒരു പ്രണയവും എപ്പോഴും പറയുന്ന കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ഇങ്ങനെ. എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എനിക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന് ഭക്ഷണവും
ലിപ്സ്റ്റിക്ക് ഞാൻ ഒത്തിരി ഇടുന്നതാണ്. ചുമ്മാ എപ്പോ കണ്ടാലും മേടിക്കുന്ന ഒരു 500 മേളിലെ ലിപ്സ്റ്റിക് ഉള്ള ഒരാളാണ്. ഒരേ കളർ ഒരേ കമ്പനിയുടെ തന്നെ 5-6 ചിലപ്പോൾ കാണും. ഞാൻ എപ്പോ കണ്ടാലും പലത് ഇതുള്ളത് പോലും ഓർമ്മിക്കില്ല മേടിക്കും. അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഇതാ 3 ആയി എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ അയ്യേ ഇല്ല എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത്യാവശ്യം കാണുന്നവർക്കൊക്കെ കൊടുക്കും. ആര് വന്നാലും ലിപ്സ്റ്റിക് ഒക്കെ കൊടുക്കും. എന്റെ ഉള്ളത് അതൊക്കെയാണ്. ബ്രഷ് ഒന്നും കൊടുക്കൂല, ലിപ്സ്റ്റിക്. അപ്പൊ ഇങ്ങനെ ചില സാധനങ്ങളോടുള്ള ഇഷ്ടം, നമ്മൾ എങ്ങനെ ഒരു സ്ഥലത്ത് ബിഹേവ് ചെയ്യണം, ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെ ഞാൻ പഠിച്ചത് രഞ്ജുമേനയിൽ നിന്നാണ്. അമ്മനെ നിന്ന് കണ്ടും പഠിച്ചു, അറിഞ്ഞും പഠിച്ചു. കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളത്. എനിക്ക് തുടക്കം മുതലേ അതെ, എന്റെ ലൈഫിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഈ 3 ഘടകങ്ങളാണ്. ഒന്ന് മമ്മൂസ്, ഇക്ക, അമ്മ. ഇവര് 3 പേരുമാണ് നമ്മളൊരു പ്രസന്റ് എങ്ങനെ ചെയ്യണം. പണ്ടത്തെ എന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടാൽ വെറും നൈറ്റ് ഇട്ടിട്ടൊക്കെ ചെയ്യുമായിരുന്നു. എന്റെ ഒരു കോൺസെപ്റ്റ് അതാ, രഞ്ജിന് രാവിലെ എണീറ്റ് ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അടുക്കളയിലെ പാചകം ചെയ്താൽ ചന്ദനമഴ സീരിയൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നൈറ്റ് ഇട്ട് ചെയ്യുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇച്ചിരി കൂടി നല്ല നൈറ്റ് ഇടാൻ തുടങ്ങി, കളർഫുൾ നൈറ്റ് ഇടാൻ തുടങ്ങി. അപ്പൊ കുറെ നല്ല കമന്റുകൾ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒന്നും മാറ്റാൻ. ഇപ്പോഴും പാചകം ചെയ്യുമ്പോൾ ഞാൻ നൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളെങ്കിലും മേക്കപ്പ് പ്രസന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതൊരു നീറ്റ്നെസ് ആണ്. നമ്മുടെ നഖം, നമ്മുടെ ചെരുപ്പ്, ആ പകുതി മാർക്ക് അതുണ്ട്. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ, ഒരു കല്യാണ വീട്ടിൽ ആദ്യമായിട്ടായിരിക്കും അവർ നമ്മളെ കാണുന്നത്, വീഡിയോയിലൊക്കെ കണ്ടിട്ടായിരിക്കും. അവിടെ കയറി ചെല്ലുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഒന്ന് നമ്മളെ, 2 നമ്മുടെ സംസാരം, സ്വഭാവം, ഇതൊക്കെയാണ്. ഇത് ഏറ്റവും നീറ്റ് ആക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ക്ലയന്റിനെ എപ്പോഴും ഡിസ്റ്റർബ് ഇല്ലാതെ മേക്കപ്പ് ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ശരി, ഇപ്പൊ ഞാൻ സൂര്യയുടെ മേക്കപ്പ് കിറ്റിന്റെ മൊത്തത്തിൽ ഒരു പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാവും എല്ലാം കൂടെ? ആ ഒരു മേക്കപ്പ് എന്റെ വീട്ടിലിരിക്കുന്നത് അല്ല, എല്ലാം ഒരു സിനിമയുടെ സെറ്റ് മൊത്തം ഒരു കല്യാണത്തിന് ഇപ്പൊ പോകുമ്പോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഇപ്പൊ പോകുമ്പോ ഒരു മേക്കപ്പ് പൗച്ച് ഉണ്ടാവില്ലേ? ഒരു 20,000 രൂപയുടെ ലിപ്സ്റ്റിക് വരെ ഉണ്ട് എന്റെ കയ്യിൽ. ഒരു ലിപ്സ്റ്റിക്കിന് 20,000 അങ്ങനെ വെച്ച് കൂട്ടുകയാണെങ്കിൽ 500 ലിപ്സ്റ്റിക്, ഒരു ലിപ്സ്റ്റിക് പൗച്ച് തന്നെ എടുത്താൽ തന്നെ 1,00,000 രൂപയാവും എന്റെ. എന്താ ഒരു വെറുതെ പറഞ്ഞു, ഒരു 2 lakhs 2 lakhs അല്ല, അതിലൊക്കെ കൂടുതലാവും. ഒരു 6 ലക്ഷത്തിന് മേളിലെങ്കിലും. എന്റെ ഫൗണ്ടേഷൻ തന്നെ ഡിയോറിന്റെ ഉണ്ട്, ഷാർലറ്റ് ടിൽബറിയുടെ പലതരം ഫൗണ്ടേഷൻസ് ഉണ്ട്, 2 ഫേസിന്റെ ഫൗണ്ടേഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കിട്ടത്തില്ല, മഡ് എന്ന് പറയാം, അമേരിക്കയിലെ എന്റെ അവിടുത്തെ സുഹൃത്തുക്കളെ എനിക്ക് മേടിച്ചിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ മഡ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മഡെന്ന് ഇവിടെ കേട്ടിട്ട് പോലും ആരുമില്ല. പിന്നെ ദുബായിൽ മാത്രം കിട്ടും, മിൽക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അതിന്റെ തന്നെ പല ഷെയ്ഡുകളുണ്ട്. പിന്നെ എന്താ, ബോബി ബ്രൗണിന്റെ പല ഷെയ്ഡുകളുണ്ട്. പിന്നെ അപ്പൊ ഒരു 10 ലക്ഷത്തിന്റെ ഉണ്ട്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ സിനിമയ്ക്ക് യൂസ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിന് യൂസ് ചെയ്യുന്നത്, ബ്രൈഡിന് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ 3 ബാഗാണ്. പിന്നെ എയർ ബ്രഷ് മേക്കപ്പ്, അതിന്റെ പ്രോഡക്റ്റുകൾ വേറെ. പിന്നെ പഠിപ്പിക്കുമ്പോൾ കുറെ സാധനങ്ങൾ പഠിപ്പിക്കണം. ഇപ്പൊ ബ്ലഷ് തന്നെ പലതരത്തിലുള്ള ബ്ലഷുകളെ കുറിച്ച് പഠിപ്പിക്കും. അപ്പോ ഓരോ സ്കിൻ ടോണിനുള്ള ബ്ലഷെ കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ആ ബ്ലഷ് അവർ കണ്ടിരിക്കണം. അപ്പൊ അവർക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ പൗഡർ ടൈപ്പ്, ഓയിലി 2 ടൈപ്പ് ഉണ്ട്. പിന്നെ സ്മജ് ആവുന്നത്, പിന്നെ കുറെ ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള ബ്ലഷ്. അപ്പൊ തന്നെ ബ്ലഷ് തന്നെ കുറെ മേടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് 10 ലക്ഷം അല്ല, ശരിക്കും പറഞ്ഞാൽ 10,000. കാരണം ഞാനിപ്പോ ചെയ്യുന്ന വർക്കിന്റെ ഒരു പകുതി എപ്പോഴും മേക്കപ്പിന്റെ പ്രോഡക്റ്റിന് വേണ്ടി. പിന്നെ അപ്ഡേഷൻ ആണ്, പുതിയ പ്രോഡക്റ്റുകൾ മേടിക്കുക, പഴയത് പഠിക്കാൻ കൊടുക്കും. അപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഏകദേശം മേക്കപ്പ് പൗച്ച് 10 ലക്ഷം രൂപ നമുക്കിപ്പോ അങ്ങനെ പറയാം. ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി മേക്കപ്പ് അവിടെ സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. സൂര്യ എന്ന് പറയുന്ന ആള് ഈ മേക്കപ്പും ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നതിന് മുമ്പേ നേരത്തെ എത്രയോ കോമഡി പ്രോഗ്രാംസിൽ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ എനിക്ക് തോന്നുന്നു 10 വർഷത്തോളോ അല്ലേ, അത്രയും നീണ്ട ഒരു വലിയ കുറെ നാളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഏറ്റവും വലിയ ഇഷാൻ കണ്ടിട്ടുണ്ടാവണം അല്ലെ, കൊറേയൊക്കെ കണ്ടിട്ടുണ്ടാവണം. കണ്ടിട്ടില്ല, ദുഷ്ടൻ, ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്താന്ന് പറയാ, ഇഷാൻ ഈ സൂര്യനെ ശ്രദ്ധിക്കാൻ പ്രത്യേകം കാരണം എന്താന്ന് പറയാ, ഞാൻ സൂര്യയിലെ രസികരാജ എന്ന് പറഞ്ഞ കോമഡി നമ്മളായിരുന്നു ആദ്യം ഇങ്ങനത്തെ ഒരു കോമഡി ഷോ തുടങ്ങിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയാൻ ഇത്. അന്ന് ഞാനും നമ്മുടെ പ്രോഗ്രാമിൽ ഇതുപോലത്തെ പല ആർട്ടിസ്റ്റുകളും വരും. പക്ഷെ അതിനുശേഷം ഈ കോമഡി സ്റ്റാറിൽ സൂര്യയുടെ പെർഫോമൻസിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യ പറയുന്ന ഓരോ ഡയലോഗും ഭയങ്കര ലെങ്തി ഡയലോഗ്സ് ആയിരിക്കും. ചെറിയ ഡയലോഗ് ഒന്നും ചേച്ചി എല്ലാം വളരെ ലെങ്തി ഡയലോഗ്സ്, എത്ര ക്ലാരിറ്റിയോട് കൂടി, എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡ്. ഞാൻ വന്നു പെട്ടതാണ് മിമിക്രിയിൽ. അങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും
മിമിക്രിയിൽ വന്ന സമയത്ത് ഇതുപോലെ മൈക്കൊന്നും ആരും തരത്തൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നൊക്കെ പല വേദിയിൽ ജഡ്ജായിട്ട് ഇരിക്കുന്നവരും വലിയ സിനിമാ നടന്മാരും ഒക്കെ അവരുടെയൊക്കെ ആദ്യത്തെ കാലത്തെ മിമിക്രി സ്റ്റേജുകളിലെ നായികയായിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഉദയത്തിന്റെ നായികയായിരുന്നല്ലോ അന്ന്, ഞാനെന്നൊക്കെ പാട്ട് സീൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓ ഈ ചേട്ടന്റെ കൂടെ നായികയായിരുന്നു എന്നൊക്കെ. അപ്പൊ പലവരുടെയും കൂടെ അഭിനയിക്കുന്ന അല്ല, അതിനു മുമ്പ് ഞാൻ വന്ന സമയത്ത് ആരും ഇങ്ങനെ മൈക്കൊന്നും തന്നിട്ടില്ല. പിന്നെ ഞാൻ മോണോ ആക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു, ആർട്ടിസ്റ്റ് ആയിരുന്നു കലോത്സവ വേദികളിൽ. പിന്നെ കഴുത്തിന് ചുറ്റും നാക്കായിരുന്നു, ജീവിക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ എന്ന് ചെറുപ്പകാലത്തെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം നാടകം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഫീൽഡിൽ വന്നത് ഇത് എനിക്ക് ഒരുപാട് ഉപയോഗമായി. പിന്നെ കാണാതെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിലേക്ക് ഒരു ലൈഫ് കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഇപ്പൊ എന്റേതായ എന്തെങ്കിലും ഒരു സാധനം ഇന്ന് ഇപ്പൊ പല കോമഡിയിലും കാണിക്കുന്ന പണ്ട് ഞാൻ ചെയ്ത പല സാധനങ്ങളെ മോഡുലേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളും. നമ്മുടെ ഏറ്റവും ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ലീല ചേച്ചി, കൊളപ്പള്ളി ലീല ചേച്ചിയുടെ ഒരു ആട്ടുണ്ട്. അതെ അതെ, അത് പണ്ട് ഞാൻ ചെയ്തിരുന്ന ഒരു സാധനം അല്ല, ചേച്ചി ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നെക്കാളും സീനിയർ ആർട്ടിസ്റ്റ് ആണ് ചേച്ചി. അപ്പൊ പണ്ട് എന്റേത് അത് ഹിറ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ വേറൊരു സാധനം കാണിക്കട്ടോ, ഒരു ഇത്തിരി 10 പൈസയുടെ കുറവുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് എന്ത് ചോദിച്ചാലും ഞാൻ ഇങ്ങനെ ആക്കുമായിരുന്നു. അത് ഞാൻ KSRTC ബസ്സിലൊക്കെ പണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോ നല്ലതാ ഇങ്ങനെ കാണിക്കും, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒന്നുണ്ട് ഇങ്ങനെ ആക്കും, ഒരു വനിതാ SI ആയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സെക്സി ആയിട്ട് അത്. പിന്നെ ഇപ്പോഴൊക്കെ കോമഡി ചെയ്യുന്നോണ്ട് അത് കാണിക്കുന്നതാണ്. പക്ഷോ ഇതൊക്കെ ഞാൻ അങ്ങ് 2000-ലെ കണ്ടോ കളഞ്ഞതാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം, ആട്ടും കൂടെ ഇങ്ങനെ അല്ല, അത് പ്രതീക്ഷിക്കാതെ തരണം, അപ്പോഴേ അതിനുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ സ്കിറ്റ് കളിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇപ്പൊ ആട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആട്ടിയാല് എറിക്കത്തില്ല, അല്ലെങ്കിൽ ക്യാമറ തെറിച്ചു പോകും. ഞെട്ടിപ്പോയി. അതെന്താന്നറിയോ, നമ്മൾ അത് അസ്ഥാനത്ത് പറഞ്ഞാൽ മാത്രമേ ആ കോമഡിക്ക് അവിടെ, കോമഡി അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കും. ഇപ്പൊ കോമഡി പറയൂന്ന് പറഞ്ഞാൽ കോമഡി പറയാൻ പറ്റത്തില്ല. അത് ഒരാളുടെ, അത് ആർട്ടിസ്റ്റിന്റെ സ്കില്ലാണ് കോമഡി. സൂപ്പർ. ഒരു സാധനം എഴുതി വെച്ചാൽ അത് കോമഡി ആവാൻ പറ്റില്ല. കേൾക്കുമ്പോ അത് കോമഡി അല്ലേ എന്ന് പറയാൻ പറ്റും, പക്ഷെ ആള് ചെയ്ത് ഫലിപ്പിക്കുമ്പോഴാണ് അതിനൊരു 10 മാറ്റം കിട്ടും. അതുകൊണ്ടായിരിക്കും ഞാനൊരു നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ശശാങ്കൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇതേപോലെ ഒരു ആർട്ട് പുള്ളിയുടെ മേളിലേക്ക് ആട്ടുന്നത്. ഞാൻ ഇന്ന് ഞെട്ടിയതുള്ളൂ. എനിക്ക് തോന്നുന്നു ശശാങ്ക ചേട്ടനെ കുറിച്ച് പറയുമ്പോ ആദ്യമായിട്ട് എന്നെ ഏഷ്യനെറ്റിന്റെ ഫ്ലോറിൽ കൊണ്ടുവന്നത് ശശാങ്കൻ ചേട്ടനാണ്. എന്നാലും എന്നിട്ട് ശശാങ്കൻ ചേട്ടൻ ആട്ടി നിലത്ത് വീഴ്ത്തരുതായിരുന്നു. അതെന്റെ ഭർത്താവായിട്ട് എന്തോ ഒരു ഇത്, ഞാനൊരു ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത ഏതോ ഒരു സ്കിറ്റ് ആണെന്ന് തോന്നുന്നു. കുറെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുറെ ഈ ആട്ടുന്നത് സ്ഥിരമായി. പിന്നെ പറഞ്ഞ എനിക്ക് ആട്ട് തരില്ല, അന്ന് എന്റെ ഒരു ഐഡന്റിറ്റി ആയി ആട്ടുന്നത്. അങ്ങനെ മാറ്റിയപ്പോഴാണ് ഞാൻ വേറെ ചെറിയ ചെറിയ സാധനങ്ങള്. പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യില്ലേ, തയ്യക്കാരന്റെ അടുത്ത് വരുമ്പോ ഞാൻ ഇങ്ങനെ അളവ് ബ്ലൗസും കൊണ്ട് അളവെടുത്തോ എന്നിങ്ങനെ ചോദിക്കുന്ന പിന്നെ ബോഡി ലാംഗ്വേജിൽ അത് ഇറങ്ങിയ ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി സെക്സി ആയിട്ട്, അന്ന് വളരെ മെലിഞ്ഞിട്ടാണ്. സോ അങ്ങനെ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങള് എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിലുണ്ട്. പിന്നെ ലൈവ് സ്കിറ്റ് കളിക്കുന്ന അന്നത്തെ കാലത്ത് ഒരു ആർട്ടിസ്റ്റ് ഞാനായിരുന്നു. സ്റ്റേജിലും ഇപ്പം ഉത്സവ പറമ്പിലാണെങ്കിൽ കുടിയന്റെ ഭാര്യയായിരുന്നു. അപ്പൊ കരച്ചിലും പിഴിച്ചിലും അങ്ങനെ അതിനൊരു മാറ്റം കൊണ്ടുവരാന്ന് വെച്ചാൽ ഞാൻ ഫ്ലോറിൽ നിന്ന് താഴെ ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ ഓഡിയൻസിന്റെ ഇടയിൽ കൂടെ അയ്യോ എന്നെ തല്ലുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഒരു കൊച്ചിനെ, ഏതെങ്കിലും ഒരു കൊച്ചിനെ കാണാൻ, കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് എന്റെ ചേട്ടാ, അപ്പൊ ഏതായാലും കമന്റ് വരും. ഉത്സവ പറമ്പിൽ ഇറങ്ങിയോ ഏതെങ്കിലും ഒരു ചേട്ടൻ അവിടെ നിന്ന് എന്തെങ്കിലും പറയും. പറഞ്ഞു ഇനി ഈ ചേട്ടൻ ഇതും പറഞ്ഞുകൊണ്ട് വരണം. നാളെ അയാൾ പറഞ്ഞു ഞാനും ചേട്ടനും തമ്മിൽ ഇത്രേ പറയത്തുള്ളൂ. അപ്പൊ ആ നാട്ടിലെ ഇച്ചിരി ഒരാളായിരിക്കണം അങ്ങനെ പറയാൻ. അവിടെയുള്ള ഓഡിയൻസ് മൊത്തവും ചിരിക്കും. ഇങ്ങനെ ഓഡിയൻസിന്റെ ഇടയിൽ ചെയ്ത് പിന്നെ അത് ടിവിയിലും കൂടെ എന്നെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്ന് ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ. ഭയങ്കരമായിരുന്നു. അപ്പൊ സൂര്യയുടെ പരിപാടി കാണാൻ പോകാം, സൂര്യയുടെ പരിപാടി ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർ കാണാൻ വരും. ഇന്ന് ചേച്ചി വെളിയിൽ ഇറങ്ങോ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അന്ന് അവര് പ്രതീക്ഷിക്കുന്ന വേറെ അമ്പലത്തിൽ കണ്ട അതേ ഇത് ഇന്ന് കാണിക്കും. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും, കാരണം മൈക്ക് എന്റെ കയ്യിലാണ്, നമുക്ക് ആ സ്വാതന്ത്ര്യം അതിനുശേഷം അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ ടെക്നിക്കുകള് ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ഓഡിയൻസിന്റെ ഇടയിൽ കൂടി നടന്നു പോയപ്പോ ഒരാളിങ്ങനെ
കാലില് തട്ടി. സാധാരണ രീതി പാനിക് ആവും അല്ലെങ്കിൽ നുള്ളു എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ ചേട്ടാ അണ്ണ ഇല്ലാത്തപ്പോ വീട്ടിലോട്ട് വാ ഇങ്ങനെ അങ്ങനെ മൈക്കുണ്ടല്ലോ എന്റെ ദേ ഇനി ഞാൻ ഇയാളുമായിട്ട് ബന്ധമാണെന്ന് പറയില്ല, ഇപ്പോഴേ കാലി തോണ്ടിയിട്ടുണ്ടേ എന്നിങ്ങനെ സ്റ്റേജിലോട്ട് വിളിച്ച് പറഞ്ഞു. ഈ ചേട്ടൻ അങ്ങ് ചമ്മിപ്പോയി. ഞാൻ പറയുന്നു, എന്റെ കയ്യിൽ മൈക്കുള്ളത് ആള് ശ്രദ്ധിക്കുന്നില്ല, ആള് ഇങ്ങനെ അങ്ങ് പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നാട്ടുകാരെ എടുത്തിട്ട് അടിച്ചു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഹരിപ്പാടായിരുന്നു.